ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് വെറും 10 മിനിറ്റിന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കിയെടുക്കാനും രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്നൊരു മടിയൊക്കെ വന്നിനാൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന അരിയൊക്കെ കുതിർക്കാനൊക്കെ മറന്നു പോകുമല്ലോ. ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് റവയാട്ടോ, തരി. അപ്പോൾ അത് ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് റവ വെച്ചിട്ട് നമുക്കൊരു 5-6 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ഒരു അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ 1/2 കപ്പ് റവക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതിനെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ റവ നന്നായിട്ട് കുതിർന്ന് നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളമൊന്നും ഇല്ല കേട്ടോ, സാധാരണ നമ്മൾ നോർമൽ വാട്ടർ പച്ചവെള്ളമാട്ടോ വെച്ചിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റവ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് റവ നന്നായിട്ട് കുതിർന്ന് ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളവും ഈ റവയൊക്കെ കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം. 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അരച്ചെടുത്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുഞ്ഞുള്ളി ആട്ടോ, ചെറിയ ഉള്ളിയില്ലേ, അതൊരു 4-5 എടുക്കുക. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കൈ എടുത്തിട്ട് ഞാനിപ്പോൾ ഇതാ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടുതൽ നമുക്ക് ഒരു തക്കാളി, ചെറിയ തക്കാളി ആണെങ്കിൽ 1 മതി, വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല കട്ട തൈരാട്ടോ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണോളം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും വേണ്ടിയില്ല. 1 ടീസ്പൂണോളം മാത്രം മതി കേട്ടോ. ആ തൈര് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. തരിതരിപ്പൊന്നും ഇല്ലാത്ത രീതിക്ക് നമ്മൾ ദോശമാവൊക്കെ അരച്ചെടുക്കുമല്ലോ, ആ രീതിക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത ആ ഒരു മാവിത ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും അതിന് കൂടെ തന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തെടുക്കാം. ഒരു പിഞ്ചോളം മതിയാവട്ടോ, ഒരുപാടൊന്നും ആവശ്യമില്ല. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കുക. നമ്മൾ ഇത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടൈം ഉണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഈ ബേക്കിംഗ് സോഡ ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ മാവ് നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പം നമ്മളിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പിഞ്ച് ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം നമ്മൾ അപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് നമ്മൾ ഈ ഒരു പാന് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു അപ്പത്തിന് നന്നായിട്ട് ബബിൾസൊക്കെ വരും കേട്ടോ. അപ്പോൾ നന്നായി ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മാവ് ഒഴിക്കുക കേട്ടോ. നമ്മളിപ്പം ദോശയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ നന്നായിട്ട് പരത്തിയെടുക്കരുത്, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ചെറിയൊരു തടിയോട് കൂടിയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബബിൾസൊക്കെ ഇതുപോലെ ഇങ്ങനെ വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വരും, ഒരു 10 സെക്കൻഡ് ആകുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ട് മുകൾ ഭാഗം ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടിയില്ല, ഒരു 20 സെക്കൻഡ് കൊണ്ട് തന്നെ നന്നായിട്ട് ഈ ഒരു അപ്പം റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നന്നായിട്ട് ഇതിൽ ബബിൾസൊക്കെ വന്ന് മുകൾ ഭാഗം ഒന്ന് ആറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനൊരു 10 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ ഈ മാവ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ കേട്ടോ ആവശ്യമായിട്ടുള്ളൂ. ആ റവയൊക്കെ നമ്മൾ സോക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന ആ ഒരു 10 മിനിറ്റേ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല കിഡിലിനായിട്ടുള്ള നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, ഒരുപാട് സാധനങ്ങളോ ഒന്നും ആവശ്യമില്ലേ. അതിന് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം.
അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചായയുടെ കൂടെ വരെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.